പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 മെയ് മാസം 13 ചൊവ്വാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും നമ്മുടെ കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗ്ഗ പിതാവ് നമുക്ക് ഒരുക്കി തന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? ഈ തിരക്കും തിക്കും അനർത്ഥങ്ങളും അനീതിയും അക്രമങ്ങളും ഒക്കെ നിറഞ്ഞ ലോകത്തിൽ കർത്താവ് തൻ്റെ ചിറകിൻ്റെ മറവിൽ നമ്മളെ അത്ഭുതകരമായി കഴിഞ്ഞ പകൽക്കാലം സൂക്ഷിച്ചതോർത്ത് കരം ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട് സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിന് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട് കർത്താവെ സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം അപ്പ, അങ്ങ് ഞങ്ങളെ ഉണർത്തിയതിനായിട്ട് സ്തോത്രം. ആരോഗ്യത്തോടെ എഴുന്നേൽപ്പിച്ചതിന് സ്തോത്രം. ആമേൻ. സ്തോത്രം സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് നമുക്ക് ഒരുമിച്ച് നമ്മുടെ കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങളോടുള്ള ദയ വലുതാകിയാൽ സ്തോത്രം, ഞങ്ങളോടുള്ള അങ്ങയുടെ വിശ്വസ്തത വലുതാകിയാൽ ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഞങ്ങൾക്കല്ലേ ഹോവേ, ഞങ്ങൾക്കല്ല, കർത്താവിൻ്റെ ദയയും വിശ്വസ്തതയും നിമിത്തം ആമേൻ കർത്താവിൻ്റെ നാമത്തിൽ തന്നെ മഹത്വം വരുത്തണമേ. 115 സങ്കീർത്തനത്തിൻ്റെ ആരംഭവാക്യമാണ് വായിച്ച്. 14 വാക്യം, യഹോവ നിങ്ങളെ മേൽക്കുമേൽ വർദ്ധിപ്പിക്കട്ടെ, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും തന്നെ. 15 വാക്യം, ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി യഹോവയാൽ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. മരിച്ചവർ ഒരു മൗനതയിൽ ഇറങ്ങിയവരാരും യഹോവയെ സ്തുതിക്കുന്നില്ല. നാമോ ഇന്നു മുതൽ എന്നേക്കും യഹോവയെ വാഴ്ത്തും, യഹോവയെ സ്തുതിപ്പിൻ. അങ്ങനെയെങ്കിൽ ആ കരങ്ങൾ ഉയർത്തി ഒന്നുകൂടെ സ്തോത്രം പറഞ്ഞ് ഹല്ലേലൂയ. ഒരിക്കലൂടെ സ്തോത്രം പറഞ്ഞ് ഹല്ലേലൂയ. ഒന്നുകൂടെ ഹല്ലേലൂയ. കർത്താവിന് മഹത്വം കൊടുക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ പാദത്തിലായിരിക്കാൻ അങ്ങ് തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. ആ മുഖത്തേക്ക് നോക്കുന്നവരെ അങ്ങ് പ്രകാശിപ്പിക്കുമെന്ന് തിരുവെഴുത്ത. ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുന്നു. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും അപ്പോൾ അനുഗ്രഹിക്കണം. അവരുടെ ആവശ്യങ്ങളിൽ അങ്ങയുടെ കൃപയുണ്ടാകും. അപ്പോൾ ഈ അന്ത്യകാലത്ത് ഏഞ്ചലിക് വിസിറ്റേഷൻ കൂടുന്ന സീസണാണെന്ന് ഞങ്ങൾക്കറിയാം. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഏഞ്ചലിക് എൻകൗണ്ടറുകൾ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഏഞ്ചൽസിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകട്ടെ. അവൻ നിന്റെ സകല വഴികളിലും കാപ്പാൻ ദൂതന്മാരെ കൽപ്പിച്ചാക്കിയിട്ടുണ്ടെന്നുള്ളത് വചനത്തിനായിട്ട് സ്തോത്രം. എന്നാൽ ഈ ദിവസങ്ങളിൽ ഏഞ്ചലിക് എൻകൗണ്ടറുകൾ യേശുവിൻ നാമത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന തൻ്റെ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. രോഗികളായി ആരെങ്കിലും ഇന്ന് ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ ഇപ്പോൾ നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. 2 കാൽമുട്ടുകൾക്കും വേദനയായിട്ട് നടക്കുവാൻ പ്രയാസപ്പെടുന്നു, കാല് മടക്കുവാൻ പ്രയാസപ്പെടുന്നു. ആമേൻ. കാലിൻ്റെ മുട്ടിൻ്റെ വേദന കാരണം ഭയങ്കര മൊബിലിറ്റി പ്രോബ്ലങ്ങളൊക്കെ അനുഭവിക്കുന്നവർ ഇന്ന് പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ, ആരോഗ്യം പ്രാപിക്കട്ടെ, സ്വസ്ഥമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവേ, അലർജിയാൽ ഭാരപ്പെടുന്നവർ ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. സാമ്പത്തികമായ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവർ, ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ, ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങ് കരുതുന്ന ദൈവമാകിയാൽ സ്തോത്രം. യഹോവ ജൈറ ഞങ്ങളുടെ പ്രൊവൈഡർ ആകിയാൽ സ്തോത്രം. അവർക്ക് വേണ്ടി അങ്ങ് അത്ഭുതങ്ങളെ ചെയ്യുന്നതിന് നന്ദി പറയുന്നു. അതുപോലെ കർത്താവ്, ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവർ ആത്മാശക്തിയിൽ നിറയട്ടെ, പുതുകൃപകൾ കൊണ്ട് നിറയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അവർ അസാധാരണ ശുശ്രൂഷക്കാരായി ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടുന്നതിനായിട്ട് സ്തോത്രം. അപ്പോൾ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേല ചെയ്യുന്ന എല്ലാ അഭിഷക്ത ദാസീദാസന്മാരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ അവരെ പൊതിയണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വലിയ ഗ്രേസ് നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരെ, ഇന്നലത്തെ മീറ്റിങ്ങിനെ കർത്താവ് അനുഗ്രഹിച്ചെന്ന് കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞ് എല്ലാവരും ആ കൈകൾ ഉയർത്തിപ്പിടിച്ചിട്ട് ഇന്നലെ മീറ്റിംഗ് അനുഗ്രഹമാക്കി തീർത്ത കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രമപ്പ സ്തോത്രമപ്പ സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവ് അനുവദിച്ചാൽ വീണ്ടും നാളെ രാത്രി ഇന്ത്യൻ സമയം 9:30 നമുക്ക് മീറ്റിംഗ് ഉണ്ടാകും. നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇന്നത്തെ പകൽക്കാലം നിങ്ങളുടെ പ്രാർത്ഥനയിൽ നാളത്തെ മീറ്റിങ്ങിനെ ഓർക്കുകയും ആമേൻ, നിങ്ങൾക്ക് ആ മീറ്റിങ്ങിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും ഒരു കാര്യം പ്രാർത്ഥിക്കുക, രണ്ടാമത്തെ കാര്യം മറ്റുള്ളവരോട് പറയുക. ഇത് ചെയ്യുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ യെശയ്യാവിൻ്റെ പുസ്തകം 43 അധ്യായം അതിൻ്റെ
16-ാമത്തെ വാക്യം അവിടെ പറയുന്നു, സമുദ്രത്തിൽ വഴിയും പെരുവെള്ളത്തിൽ പാതയും ഉണ്ടാക്കുകയും ചെയ്യുന്നു. ആമേൻ. നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകതയാണ് വഴിയില്ലാത്തടത്ത് വഴി തുറന്നു തരും. ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ സന്ദേശം കേൾക്കുന്ന ഓരോ ദൈവമക്കളോടും പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നത്, വഴിയില്ലാതിരിക്കുന്നിടത്ത് വഴി തുറന്നു തരുന്ന ദൈവം. യെശയ്യാവ് ബാബിലോണിൻ്റെ അടിമത്തത്തിൽ കിടക്കുന്ന ദൈവജനത്തിന് ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന ആലോചനയാണ്. ആമേൻ. നിങ്ങൾക്ക് യാതൊരു സാഹചര്യവും ഇല്ലായിരിക്കാം പുറത്തു വരുവാൻ. പക്ഷേ കർത്താവ് അവരെ ഓർപ്പിക്കുക. കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവ് ചെയ്ത അത്ഭുതങ്ങളെ അവരെ ഓർപ്പിക്കുന്നു. ചെങ്കടൽ പിളർന്നതിനെക്കുറിച്ചും അല്ലെങ്കിൽ ദൈവം ചെയ്ത നന്മകളെ, ദൈവം ചെയ്ത അത്ഭുതങ്ങളെ ഓർപ്പിച്ചിട്ട് അവരോട് പറയുകയാണ്, വഴിയില്ലാത്തടത്ത് അല്ലെങ്കിൽ സമുദ്രത്തിൽ വഴികളെ തുറക്കുവാൻ കർത്താവിന് കഴിയും. അതുകൊണ്ട് പഴയ കാലം ഓർത്ത് തോറ്റുപോയല്ലോ, അന്ന് വഴിയൊന്നും തുറക്കപ്പെട്ടില്ലല്ലോ എന്നോർത്ത് നമ്മൾ ഭാരപ്പെട്ടിരിക്കേണ്ട ആവശ്യമില്ല. കാരണം വഴിയില്ലാതിരിക്കുന്നിടത്ത് വഴി തുറന്നു തരുവാൻ ആർക്ക് കഴിയും? നമ്മുടെ കർത്താവിന് കഴിയും. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ വിശ്വസിക്കുക. ഏത് സാഹചര്യത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ നിൽക്കുന്നോ അവിടെ നിങ്ങൾക്കായി വഴി തുറക്കുവാൻ കർത്താവ് മതിയായവനാണ്. ഹല്ലേലൂയ, സ്തോത്രം. അവൻ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവമാണ്. അവൻ വഴി തുറന്ന് നമ്മളെ അനുഗ്രഹിക്കുവാൻ, അവൻ പുതിയ വഴികളെ ഉണ്ടാക്കി നമ്മളെ ആ വഴികളിലൂടെ കൊണ്ടുപോകാൻ. ഇന്ന് നിങ്ങൾ ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാതെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണോ? നിങ്ങൾക്ക് വേണ്ടി പുതിയ ഓപ്പർച്യൂണിറ്റീസിനെ ഓപ്പൺ ചെയ്ത് തരുവാൻ ഹല്ലേലൂയ കർത്താവ് മതിയായവനാണ്. അതുകൊണ്ട് ആ കർത്താവിനെ നന്ദിയോടെ ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഇത്രയുള്ള കാര്യങ്ങൾ കർത്താവ് മുൻകാലങ്ങളിൽ ചെയ്തത് നമ്മൾ ഓർക്കുക. ഹല്ലേലൂയ. ചെങ്കടലിനെ പിളർന്നത് നമ്മൾ ഓർക്കുക. അവിടെ വഴി തുറന്നു കൊടുത്തത് ഓർക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് നമ്മുടെ മുമ്പിൽ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ വരുമ്പോൾ നമ്മൾ പറയണം, കഴിഞ്ഞ കാലങ്ങളിൽ വഴി തുറന്നു കൊടുത്ത ദൈവം ഇന്നും വഴി തുറന്നു തരുവാൻ മതിയായവനാണ്. അപ്പം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ചെങ്കടൽ എന്താണെന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് ആ ചെങ്കടലിനെ നോക്കിയിട്ട് പറയുക, വിശ്വാസത്തോടെ പറയുക, ആമേൻ ആമേൻ. ഇതുപോലൊരു ചെങ്കടലിൻ്റെ മുമ്പിൽ പഴയ കാലത്ത് ദൈവത്തിൻ്റെ ജനം നിൽക്കുമ്പോൾ അതിനെ തുറന്നു കൊടുത്ത് അതിൻ്റെ മുമ്പിലൂടെ നടത്തിയെങ്കിൽ ഇന്ന് എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ചെങ്കടൽ അതൊരു ലിറ്ററൽ കടലാകണമെന്നൊന്നുമില്ല. നമ്മുടെ മുമ്പിൽ പലതരത്തിലുള്ള ചെങ്കടൽ നിൽക്കാം. അതിനെ നോക്കിയിട്ട് പറഞ്ഞു, അന്ന് ചെങ്കടൽ പിളർന്ന് വഴി തുറന്നു കൊടുത്ത കർത്താവ് ഇന്നും ഇതിനെ പിളർന്ന് ഇതിൻ്റെ നടുവിലൂടെ വഴി തുറന്നു തരുവാൻ ഹല്ലേലൂയ എൻ്റെ കർത്താവ് മതിയായവനാണ്. ഈ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ഈ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. ഈ ദൈവം വഴിയില്ലാത്തത് വഴി തുറന്നു തരുന്ന ദൈവമാണ്. അതുകൊണ്ട് വിശ്വാസത്തോടെ ആ വാതിൽ അല്ലെങ്കിൽ ആ പുതിയ വഴിക്കൂടെ അങ്ങ് വിശ്വാസത്താൽ നടക്കുക. ആമേൻ. ഒരുപക്ഷെ നമ്മളൊന്നും കാണുന്നില്ലായിരിക്കാം, എന്നാൽ വിശ്വസിക്കുക, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി വഴി തുറന്നു തരുവാൻ മതിയായവനാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളിൽ വഴി തുറന്നു കൊടുത്ത ദൈവം, ചെങ്കടലിനെ പിളർന്നു കൊടുത്ത ദൈവം, എരിഹോവിനെ ഇടിച്ചു കൊടുത്ത ദൈവം, ജോർദാനെ രണ്ടായി പിളർന്നു കൊടുത്ത ദൈവം നമുക്ക് വേണ്ടി വഴി തുറന്നു തരും. അത് എത്ര മരുഭൂമി ആയാലും എത്ര സമുദ്രം നിറഞ്ഞ സ്ഥലമായാലും അവൻ വഴി കണ്ടിട്ടില്ല, ഇതുവരെ ആരും അവിടെ ഒരു വഴി കണ്ടിട്ടില്ലെങ്കിൽ പോലും നമുക്ക് വേണ്ടി പുതിയ വഴിയെ തുറന്നു തരുവാൻ, ഒരുക്കി തരുവാൻ നമ്മുടെ ദൈവം മതിയായവൻ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളെ രാവിലെ ഉണർത്തിയതിന് ഒരിക്കലൂടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ഈ അസാധാരണ വാഗ്ദത്തത്തെ ഞങ്ങളെ ഓർപ്പിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവേ, അങ്ങ് വഴി തുറക്കുന്ന ദൈവമാണ്. ആമേൻ. ഈ പുതിയ ദിവസം ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ കുഞ്ഞുങ്ങൾക്കായി പുതുവഴികൾ തുറന്നു വരട്ടെ. തൻ്റെ കുഞ്ഞുങ്ങൾക്കായി പുതുവഴികൾ തുറന്നു വരട്ടെ. പുതിയ വാതിലുകൾ അവരുടെ ബിസിനസ്സിൽ, അവരുടെ ജോലിയിൽ, അവരുടെ ശുശ്രൂഷയിൽ, എഡ്യൂക്കേഷനിൽ എല്ലാത്തിനകത്തും പുതിയ വഴികൾ തുറന്നു വരട്ടെ. ഞാനിവരെ ബ്ലസ് ചെയ്യുന്നു ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു പെരുകും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.